ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഇന്ന് നടക്കുകയാണ്. ഈ ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ എന്തെല്ലാം അപശബ്ദങ്ങളാണ്, മുഹമ്മദോഫോബി എന്തെല്ലാണ് പറയുന്നത്. ഒരു ഹലാല് വാദം ഇവിടെ നടന്നിട്ടില്ല, ഹലാലിന്റെ വാദം. അന്ന് ഞാൻ നിയമസഭയിൽ പോയിരുന്നു. അന്ന് കൊടിയേരി സഖാവ് എന്നോട് ചോദിച്ചു ഹലാൽ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനുവദീയം. ഓ ഇതാ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹറാമ്. ഇതിനാ വിവാദം ഉണ്ടാക്കണേ. അന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഹലാൽ എന്താന്ന് മനസ്സാക്കൂല, ത്വലാഖ് എന്താന്ന് മനസ്സാക്കൂല, ജിഹാദ് എന്താന്ന് മനസ്സാക്കൂല, ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ആരാന്ന് മനസ്സാക്കൂല. എന്നിട്ട് വാ തോരാതെ എന്ത് കാള പറ്റൂ അങ്ങ് കേൾക്കുമ്പോഴേ കണ്ട് കയറെടുക്കുക. കാള പ്രസവിക്കൂലേ എന്ന് ആലോചിച്ചിട്ടല്ലേ പെറ്റൂന്ന് മാത്രം കേട്ടാ പോരല്ലോ. എന്ത് കേൾക്കണ്ടേ, ആരാണ് എന്ന് മനസ്സാക്കേണ്ടതില്ലേ. ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, 23 വർഷക്കാല ജീവിതം ഇവിടെ വ്യക്തമായ തുറന്ന പാഠപുസ്തകമല്ലേ. ആ പുസ്തകം നിങ്ങൾ വസ്തുനിഷ്ഠമായി ഒന്ന് വായിക്കൂ, പഠിക്കൂ, ചരിത്രം ഒന്ന് വായിക്കൂ, പഠിക്കൂ. ആ വരികൾക്കിടയിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു വിഭാഗ്യതയോ ഒരു തീവ്രവാദമോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അവിടെ നിന്ന് പറഞ്ഞത് പരിഹസിച്ചവരും പുച്ഛിച്ചവരും മുഴുവൻ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ മാറ്റി പറയേണ്ടി വന്നിട്ടില്ലേ? എത്രയെത്ര സംഭവങ്ങൾ പറയാനുണ്ട്. എന്തിനാ പരിഹാരമില്ലാത്തത്? നിങ്ങൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ സൈക്കോളജി എന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സൈക്കോളജി. ഇവിടുത്തെ സൈക്കോളജി ഒക്കെ കേട്ടാ ചിരി വരിയില്ലേ. ഒരാൾക്ക് 10 കോടി ലോട്ടറി അടിച്ചു, അയാൾ ഹാർട്ട് പേഷ്യൻ്റാ. അപ്പോ എങ്ങനെയാ പടച്ചോൻ ഇയാളോട് പറയാ? ഇയാളെങ്ങാൻ അതുകൊണ്ട് ഹാർട്ട് പേഷ്യൻ്റ്, ഷുഗർ, പ്രഷറൊക്കെ കൂടുതൽ ആൾ പെട്ടെന്ന് ചിലപ്പോൾ എന്തായി പോലെ അറ്റക്കായി പോലെ. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നല്ല സൈക്കോളജിസ്റ്റ് വിളിക്കുക. എന്നിട്ട് സൈക്കോളജിസ്റ്റ് തന്ത്രപൂർവ്വം സൈക്കോളജിക്കലായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഒരാൾ സൈക്കോളജിസ്റ്റ് ഏറ്റിട്ട് അയാൾ പറഞ്ഞു അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്കൊരു 10 കോടി റുപ്യ ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്താകും? അദ്ദേഹം പറഞ്ഞു 5 കോടി നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ സൈക്കോളജി ആറ്റക്കായിട്ട് അയാൾ വരിച്ചു. ഇയാളെ സൈക്കോളജി ഇതാ. ഇത് സൈക്കോളജി പഠിപ്പിക്കുന്ന, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇയാൾ ഒരിക്കലും 5 കോടി കിട്ടും ഇയാൾ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ്. എന്നാ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈക്കോളജി നിങ്ങൾ കണ്ടാലൊന്ന് മനസ്സിലാക്കണം. എത്ര രംഗത്ത് 23 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി പ്രബോധനം ചെയ്തില്ലേ? ദീനി പ്രബോധനം ചെയ്തിട്ട് ലോകത്തിന്ന് ഇത്രയും കാലങ്ങൾക്കിടയിൽ 800 കോടി ജനങ്ങളിൽ ഒരാളെ റോൾ മോഡൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്നു, പറയൂ യു ഫോളോ ഹിം, യു ഫോളോ മീ, എന്നെ അനുഗിതാപനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളെ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു പറയുന്നുണ്ടോ? എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ കേവലം 23 വർഷങ്ങളെ കൊണ്ട് 1,24,000 പരം റോൾ മോഡലുകളല്ലേ. അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം മുഖ്തദൈതും മുഹ്തദൈതും. ഒന്നല്ല രണ്ടല്ല, ആ ചരിത്രങ്ങൾ ഇന്നും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നില്ലേ? എന്തേ കാരണം? അവിടുത്തെ സൈക്കോളജി ആയിരുന്നു. ഒരു സംഭവം പറയാം. ഒരു വലിയ സദസ്സ്, ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന സ്വഹാബി വന്നിട്ട് പരസ്യമായി ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ചോദിച്ചു. ഇതാ കേട്ട പോടുന്നു, അടിക്കുക, ചീത്ത പറയുക, ഇതൊക്കെയല്ലേ നമ്മുടെ ഇന്നത്തെ ട്രീറ്റ് മെത്തേഡൊക്കെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലങ്ങൾക്കിടയിൽ 1,24,000 പരം റോൾ മോഡലുകളെ വാർത്തെടുക്കുമ്പോ ഒരാളെ പോലും അടിച്ചിട്ടില്ല, ഒരാളെ പോലും അടിച്ചിട്ടില്ല, ഒരാളെ പോലും ചീത്ത വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയായിരുന്നു? അവിടുത്തെ സൈക്കോളജി ആയിരുന്നു. എന്താ? അപ്പോൾ ഈ സ്വഹാബി അങ്ങനെ ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യം ചോദിച്ചു, വളരെ മോശമായ ഒരു സെക്സ് ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു ചോദ്യം. അപ്പം പ്രവാചക തിരുമേനി ആ മുഖഭാവം അങ്ങ് മാറി. അതിനാദ്യം എപ്പോഴും മുഖപ്രസന്നതയോടെ സമീപിക്കണം. പ്രവാചക തിരുമേനി സ്വദാസങ്ങളുടെ ശൈലി അങ്ങനെയാണ്. ആ ഭാര്യമാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും കൂട്ടുകുടുംബത്തോടാണെങ്കിലും പരിചയമുള്ളവരോടാണെങ്കിലും പരിചയമില്ലാത്തവരോടാണെങ്കിലും അപാരമായ മുഖപ്രസന്നത, പ്രസരിപ്പ്, അത് തന്നെ വല്ലാത്ത ആകർഷണീയമായ ശൈലിയാണ്, വല്ലാത്ത ബന്ധം. ആ ഒരൊറ്റ സമീപനം പോലെ മഹാനായ ഹബീബ് ഉമർ തങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഹബീബ് ഉമർ തങ്ങൾ ആദ്യം വന്നത് മഅദിയിലാണല്ലോ. അവിടെ എല്ലാ വർഷവും വർഷാവസാനം വർഷാദ്യം അഥവാ ദുൽഹജ്ജ് 28, 29,
മുഹറം 1 തീയതികളിൽ ലോക പണ്ഡിതന്മാർ വരുന്ന മുൽത്തഖദ്വാത്തുണ്ടാവും. പല വർഷങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് ദേവകൾ എങ്ങനെയാണെന്നാ ഞാനും അതിനുണ്ടാക്കിയും 35,000 കുട്ടികളും 250 ഏക്കർ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ യൂറോപ്പിൽ നിന്നൊരു പണ്ഡിതൻ പറഞ്ഞു അതൊന്നും വേണ്ട, അത്തഖല്ലുഖ് ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അത്ഭുതപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഒന്നും വേണ്ട, ഒരു സെന്റ് ഭൂമിയും വേണ്ട, ഒരു പള്ളിയും വേണ്ട, മദ്രസയും വേണ്ട, കോളേജും വേണ്ട, ബുക്കും വേണ്ട, സെമിനാറും വേണ്ട, ഒന്നും വേണ്ട. മുസ്ലിമീങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ മതി, അത്തഖല്ലുഖ് ബി അഖ്ലാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ഒന്ന് പകർത്താൻ. അപ്പോൾ ഇത് കൽബ് അതെങ്ങനെ റബ്ബേ കഴിയോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇമാമിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇമാമ് അദ്ദേഹത്തിൻ്റെ പണി നിസ്കാരം സുബഹിസ്കാരം കഴിഞ്ഞാൽ റോഡ് സൈഡ് വന്നിട്ട് വരുന്നവർക്ക് മുഴുവൻ ചിരിച്ചു കൊടുക്കലാണ്. അപ്പം അതിലൊരു സയൻറ്റിസ്റ്റ്, യൂറോപ്പിലെ ധാരാളം സയൻറ്റിസ്റ്റും മറ്റൊക്കെ ഉള്ള ആളോ റോഡ് മോർണിംഗ് വാക്ക് നടത്തും. അപ്പോൾ ഇങ്ങനെ ഇയാൾ ചിരിക്കും. ഇയാൾ ധിക്കാര ഭാവത്തോട് നോക്കി ഇയാൾ എന്തിനായിരിക്കും ചിരിക്കണം? നമ്മൾ ചിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കുമല്ലോ അപ്പോഴാൾ ചിരിക്കുക, കിട്ടാനാ ചിരി ഉണ്ടാകുമല്ലോ. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാളെ കയറി നിങ്ങൾക്ക് എന്താ ആവശ്യം നിങ്ങൾ ചോദിക്കും, മാം ഞാൻ തരാനോ. അയാൾ പറഞ്ഞു അതിനൊന്നുമല്ല ചിരിക്കുന്നത്, എൻ്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചാണ്, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും എല്ലാവർക്കും ചിരിച്ച് കൊടുക്കി. ഇതങ്ങ് കേട്ടപ്പോൾ അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പ്രവാചക തിരുമേനിയെ കുറിച്ചൊന്ന് പഠിക്കണം എന്നായി. ഒരു ബുക്ക് കൊടുത്തു. അത് കുറച്ചുകൂടി പഠിച്ചപ്പോൾ കുറേയും കൂടി ഒന്ന് പഠിക്കണം എന്നായി. നന്നായി അങ്ങ് പഠിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് വരുന്ന എവിടെയെന്നറിയോ? യൂറോപ്പ് യൂണിയനിലാണ്. അവിടെ ചെല്ലുമ്പോൾ നേരെ അത്ഭുതപ്പെടൂലേ? യൂറോപ്പ് യൂണിയനിൽ നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കുട്ടികൾ പോകുന്നുണ്ടാവൂലേ യൂറോപ്പിലേക്ക്? എത്രയാണ് അവിടെയൊക്കെ നടക്കുന്ന ജുമാകൾ, എത്രയാണ് പള്ളികൾ? മലയാള ഭാഷക്ക് ആദ്യ ഡിക്ഷണറി ഇറങ്ങിയ ഹെർമൻ ഗുണ്ടർട്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ആദ്യമായി കേരളത്തിൽ സ്കൂൾ എഴുതിയ ഹെർമൻ ഗുണ്ടർട്ട് എന്നല്ലേ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് 4ാം തലമുറയിൽപ്പെട്ട ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ വന്നിരുന്നു, താമസിച്ചിരുന്നു. എന്തിനാണ് ആ പഠിക്കുന്ന ശൈലി? കേരളത്തിൽ ദീനി പ്രബോധനം നടത്തിയ ബുഖാരി സാദാത്തുക്കളാണ്. ബുഖാരി സാദാത്തുക്കളെ കുറിച്ച് പഠിക്കാൻ അന്ന് എന്നോട് അന്ന് എൻ്റെ ഞാൻ നോളജ് കണ്ടു പോകുന്ന കാല മൂത്ത മകണ്ടല്ലോ അഹ്മദ് കബീർ തങ്ങൾ ചോദിച്ചു, അവിടെ ജർമ്മൻ ഇതുണ്ടോ, മക്ബറുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ മുഖത്തൊരു യാതി ജാള്യത വന്നു. പറഞ്ഞു അന്ന് അദ്ദേഹം മകനെ 9ാം ക്ലാസ് പഠിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഒറ്റ മക്ബർ ഇല്ലായിരുന്നു, മുസ്ലിമും ഇല്ലായിരുന്നു. ഇപ്പം 10% മുസ്ലിംസ് ഉണ്ട്. 2050 ആകുമ്പോഴേക്ക് 50% മുസ്ലിം ആകും. ഞാൻ കരുതി ഞാൻ ഞാൻ അതിഥിയാണല്ലോ, അദ്ദേഹം എൻ്റെ അതിഥിയാണല്ലോ. മാഷാ അല്ലാഹ്. ഞാൻ ജർമ്മനിൽ പോയതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പവർഫുൾ ഇൻവിറ്റേഷൻ വെച്ചിട്ടാ. അപ്പോഴേക്ക് ഇസ്ലാമിൻ്റെ വളർച്ച, അപ്പോഴൊക്കെ നമ്മൾ ആ മുത്തുനബിയുടെ ആ ചിരി. അപ്പോൾ അല്ലാഹു റസൂൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം. കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്തറ തബസ്സുമാ, എപ്പോഴും പുഞ്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ചിരി അങ്ങ് അസ്തമിച്ചോട് ആ സ്വഹാബി ആകെ ബേജാറായി. മനസ്സാകെ അത് മതിയല്ലോ, ചിരിക്കുന്ന ഒരാൾ ചിരിക്കാതിരുന്ന ആ സ്വഹാബി സാസിന്റെ വേക്ക് പോയി. പിന്നെ ആരോ കൊണ്ടുവന്ന് പാല് കൊണ്ടുപോയി കൊടുത്ത്, പാല് കുടിച്ച് കുറച്ചവിടെ വെച്ചിട്ട് അള്ളാഹു അയാളെ വിളിച്ചിട്ട് ആ പാലങ്ങ് കൊടുത്തു. അപ്പൊ ആ ചിരി അങ്ങ് മാറലോടുകൂടെ ആ സ്വഹാബിക്ക് വല്ലാത്തൊരു പരിവർത്തനായി. പിന്നെ ആ സ്വഹാബി ഡിപ്രഷൻ ആകും. ആ ഡിപ്രഷൻ ഇല്ലായ്മ ചെയ്യാനാണ് ഏത് കൊടുക്കുന്നത്? ആ പാല് വിളിച്ചു കൊടുക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര സംഭവങ്ങൾ. സമയം വളരെ വൈകിയത് കൊണ്ട് ഇന്നലെ മിനിയാന്നൊക്കെ കുറേ ദിവസം, ഞാൻ നാളെ മറ്റന്നാളൊക്കെ കുറേ യാത്രകൾ ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഒന്ന് ഐ ലവ് മുഹമ്മദ് ഒക്കെ ഒന്ന് പറയുമ്പോൾ ഒന്ന് മുഹമ്മദ് നബിയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക. എന്നിട്ട് നമ്മളൊന്ന് പ്രതികരിക്കുക.